ഞങ്ങൾ അടുത്ത മുറിയിൽ താമസക്കാരാ, ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ശരി, ഇരിക്കൂ. ഇവന്റെ ഫാദറിനെ സാറിന് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. സർക്കിളാ. സർക്കിളോ? സർക്കിൾ ഇൻസ്പെക്ടർ ജോഷുവ. എനിക്ക് പോലീസ് ഓഫീസേഴ്സുമായിട്ട് വലിയ കമ്പനി ഒന്നുമില്ല, ചിലരെയൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. എന്താ നിങ്ങളുടെ പേര്? അലോഷ്യസ്. കുട്ടിയുടെയോ? രവി. കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? എനിക്ക് അച്ഛനില്ല. ഓ, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. 6-7 കൊല്ലമായി മരിച്ചിട്ട്. ഞാനും ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. അതിന്റെ കെയറാഫിൽ ഡോക്ടർ പറഞ്ഞു വെച്ചതാ എന്നെ ഇങ്ങോട്ട് റെസ്റ്റിന്. അപ്പോ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമല്ലേ? ആ, കുറച്ച് ദിവസം ഉണ്ടാകും. എങ്കിൽ സൗകര്യമായിട്ട് കാണാം. ശരി. ദേ, ഭക്ഷണം തണുക്കുന്നു. നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞതാണോ? ഇല്ല. അല്ല, വിരോധമില്ലെങ്കിൽ ഇവിടെ ആകാം. അയ്യോ വേണ്ട, എന്നാ സൗകര്യമായിട്ട് കാണാം. നമസ്കാരം. നമസ്കാരം. അതെ, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം, എന്താ നിങ്ങളുടെ ശരിക്കിനുള്ള പേര്? മാധവേട്ട, എന്റെ പേര് അപ്പു. ഇവ മുത്തുസ്വാമി. ഈ കളി എന്നോട് വേണ്ട. നിങ്ങൾ എന്തോ ഒരു സൂത്രപ്പണി ഒപ്പിക്കാനുള്ള പദ്ധതിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കിപ്പോ അത് ബോധ്യമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. നിങ്ങൾ എന്തിനാ ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയത്? അയ്യോ എന്റെ മാധവേട്ട, ഒരു സൂത്രവും ഇല്ല. ആ പെണ്ണിനെ അയാൾ വിളിച്ച് പരിചയപ്പെടുത്താൻ ചേട്ടല്ലേ ഞങ്ങൾ അവിടെ പോയേ. അതിനയാൾ വിളിക്കണ്ട അവളെ. ഹലോ. ഹലോ. ഞങ്ങള് അടുത്ത റൂമിലെ. മനസ്സിലായി. ഞാൻ രവി, ഇതാ ലൂഷ്യസ്. കുട്ടിയുടെ പേര്? അത് തന്നെ. മോളൂന്നോ? ആ, ചിലര് മാളൂന്നും വിളിക്കും. അപ്പൊ അകത്തോ? അകത്ത് കാശുള്ളവർ. ഇത്ര പെട്ടെന്ന് പോയേ? ആ, പിന്നെ സൗകര്യം പോലെ കാണാം. എനിക്ക് വെളുപ്പിനെ എസ്റ്റേറ്റിലെത്തണം. ഞാൻ ഉടൻ തന്നെ പുതിയൊരു ട്രിപ്പ് വരുന്നുണ്ട്. ആ, വരുമ്പോ അറിയണം. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്വാമി ഒരു കാര്യം ചെയ്യും, പോയി ഒരു ഭക്തി ലൈനിൽ ഒന്ന് മുട്ടി നോക്ക്, എന്നിട്ട് എന്നെ വിളിക്കും. എനിക്ക് ഞാൻ തന്നെ പോവാം. നീ കൂടെ വരുമോ? ഒന്ന് ഷർട്ട് ചെയ്ത് മതി. മതിയടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മീറ്റ് മൈ ഫ്രണ്ട് തോമസ് ജോൺ. ഹലോ. ഹലോ. അച്ഛനെവിടെ? അമ്പലത്തിൽ പോയി. ദാ ഇരുന്നോളൂ. അവൻ പയ്യനല്ലേ, ഇത്തിരി നിന്നു വിചാരിച്ച കുഴപ്പമൊന്നുമില്ല. അനിയത്തി, ഒരു ചെറുവിടെ എടുത്തോളൂ. മോളൊരു ഭക്തിയില്ലേ? ആ, പിന്നെന്താ അമ്പലത്തിൽ പോകത്തെ? അത്രയ്ക്ക് ഭക്തിയൊന്നുമില്ല. പഠിക്കുക. എത്രയല്ലേ? ഫസ്റ്റ് BA ലിറ്ററേച്ചർ. ഞാനും ഫസ്റ്റ് BA പൊളിറ്റിക്സ്. കുട്ടിയോ?
PDC സെക്കൻഡ് ഇയർ. കുട്ടിയുടെ പേരെന്താ? അനിയത്തി. അനിയത്തിയുടെ ചേച്ചിയുടെ പേരോ? മോളു അല്ലെങ്കിൽ മാളു. ദേ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഡോണ്ട് ട്രൈ ടു പ്ലേ സ്മാർട്ട്. ആ പിന്നെ ഞാൻ ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയി. കുട്ടിയുടെ ഫാദർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? ഡാഡിയോട് പറഞ്ഞില്ലേ? ഞാൻ കേട്ടു. എത്രാമത്തെ അറ്റാക്ക് ആയിരുന്നു? ഫസ്റ്റ്. ഓ, എനിക്കും ഈയിടെ എപ്പോഴും ഡാഡിയെ കുറിച്ച് പേടിയാ. അല്ല, ഒന്ന് പറഞ്ഞോട്ടെ, ഈ ചത്തുപോയതും ചാകാൻ പോകുന്നതുമായ അച്ഛന്മാരെ കുറിച്ച് സംസാരിച്ച നേരം കളയുന്ന ഭേദം നമുക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കുന്നതാവില്ലേ? What do you mean? അല്ല, ഞാൻ വേണ്ട, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മളെ പറ്റി. എനിക്ക് നിങ്ങളെ പറ്റി ഒന്നും അറിയണ്ടെങ്കിലോ? ഇതൊന്നും കാര്യമില്ലെന്നേ. ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ തുടക്കം ഇടുന്നത്. ഇവനാ സംഗതിയാ കുഴപ്പത്തിലാക്കിയത്. ചെന്ന് കയറുന്നതിന് റൊമാൻസ്. പിന്നെ അവളുടെ അച്ഛൻ ചാവാൻ പോണെന്ന് പറഞ്ഞാൽ അവളോട് ഇരിക്കുവോ? അല്ലെങ്കിൽ നിനക്ക് പെമ്പിള്ളേരെ വിളക്കാൻ അറിയില്ലടാ തോമ. അത് നമുക്ക് രണ്ടാക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിടിയില്ലാത്ത കാര്യത്തിന് പോയിട്ട് എന്തിനാ അവിടുത്തെ ചീപ്പാവുന്നത്? നിങ്ങൾ നോക്കിക്കോ, നമ്മളൊക്കെ ഇങ്ങനെ പഞ്ചാരയും കൊണ്ട് നിൽക്കും. തോമാ കാര്യം പറ്റിക്കും. അതാ ഉണ്ടാവാൻ പോണേ. അവള് വീണ്ടും പുറത്തന്നെ ഇരിക്കുവാണല്ലോടാ. തോമസ് ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് പോ, എന്നിട്ട് കാല് പിടിച്ചൊരു മാപ്പാ പറ. മോശാവോ? ഏയ്, നീ ചെല്ലടാ അങ്ങോട്ട്. ഇറങ്ങടാ അങ്ങോട്ട്. വാടാ. I am sorry. So sorry. It's all right. മോൾ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ പറയായിരുന്നു എനിക്ക് പെമ്പിള്ളേരെ വളയ്ക്കാൻ അറിയില്ലെന്ന്. ഐ മീൻ, അവരോട് സംസാരിക്കാൻ അറിയില്ലെന്ന്. ശരിയാണ്. അതുകൊണ്ടാ മോളോട് സംസാരിക്കുമ്പം എനിക്ക് കുഴപ്പം പറ്റിയത്. എനിക്കറിയില്ല. എന്താ അറിയാത്തത്? എന്തോ പണ്ടേ എനിക്കങ്ങനെയാ. ആ കുട്ടികളോട് സംസാരിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? അതുകൊണ്ടല്ലേ നല്ല ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് നടന്ന് ഇങ്ങനെ കേടാക്കാൻ പറ്റണത്. അല്ല, ഞാൻ ആ ഗ്രൂപ്പിന്റെ ലീഡർ എങ്ങനെ മനസ്സിലായി? നമ്മുടെ നാട്ടിൽ നേതാവിനെ തിരിച്ചറിയാൻ എന്താ വിഷമം? കൂട്ടത്തിൽ വെച്ച് വിട്ടി അവിടുത്തെ നേതാവ്. തോമസ് ആ ഗ്രൂപ്പിന്റെ ലീഡറാ. ഹലോ, Glad to meet you. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? ഇതൊക്കെ ഈ പെണ്ണുങ്ങളുടെ ഓരോ അടവുകളല്ലേ? ഒരു കൊത്ത് കിട്ടിയാ ബാക്കി അവൻ പിടിച്ചെടുത്തോളും, അത് ഉറപ്പാ. എന്താ അവള് പറഞ്ഞേ? പണ്ട് നാവിൽ ഗുളികനാടോ. മറ്റന്നാളല്ലേ ക്രിസ്മസ്? അതെ. ഇത്തവണ ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, മനസ്സിലായോ? അത് നീമാര് കളർഫുള്ള സാധനം പോരാ, നല്ല ഒറിജിനൽ തന്നെ വാങ്ങിച്ചു തന്നേക്കണം കേട്ടോ. അടിക്കടോ. അയ്യോ, എന്നെ നിർബന്ധിക്കരുത്. മാനേജറോ മറ്റോ അറിഞ്ഞാൽ എന്റെ പണി പോയത് തന്നെ. എവിടെ അങ്ങേരി പഠിച്ച് പൂക്കുറ്റിയായിട്ടിരിക്കുന്നുണ്ടാവും. അടിക്കേ. അയ്യോ വേണ്ട മാഷെ. താനിതങ്ങോട്ട് പിടി. വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ തനിക്ക് ഇത് അടിക്കുകയും ചെയ്യാം. അടിക്കടോ.
ആ